കടക്കുകയാണ് വെക്റ്റർ ഓൾജിബ്ര. യു നോ വാട്ട് ഇസ് എ വെക്റ്റർ? അല്ലെങ്കിൽ നമുക്ക് രണ്ട് തരം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി രണ്ട് തരത്തിലുണ്ട്. മാഗ്നിറ്റ്യൂഡ് മാത്രം ഉള്ളതും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ളതും. അപ്പൊ മാഗ്നിറ്റ്യൂഡ് മാത്രം ഉള്ളതിനെ നമ്മൾ സ്കെയിലാർ എന്ന് വിളിക്കും. സ്കെയിലാർ സാധാരണഗതിയിൽ എം എന്ന് കെ എന്നൊക്കെ പറഞ്ഞ 5, 4 ഇതൊക്കെ സ്കെയിലർ ആണ്, സ്കെയിലർ ക്വാണ്ടിറ്റി. മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അതേസമയം മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ വെക്റ്റർ എന്ന് പറയുന്നത്. ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റിയെ നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയും. അപ്പോൾ ഒരു വെക്റ്റർ ആണെന്നുണ്ടെങ്കിൽ അതിന് ഒബ്വിയസ്ലി ഒരു ഡയറക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ലൈൻ വിത്ത് എ പർട്ടിക്കുലർ ഡയറക്ഷൻ, ഈ ഡയറക്ഷനിലുള്ള ഒരു ലൈനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നോർമലി അതിനെ ഡയറക്റ്റഡ് ലൈൻ എന്ന് പറയും. അപ്പൊ അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് ആണ്. ഓക്കെ, അപ്പൊ അത് പേര് നമ്മൾ ഇപ്പൊ ഇതിന് എ എന്നും ഈ അറ്റത്ത് ബി എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വെക്റ്റർ എ ബി എന്ന് പറയും. വെക്റ്റർ എ ബിയെ ഡിനോട്ട് ചെയ്യുന്നത് എ ബി എന്ന് എഴുതിയിട്ട് മുകളിൽ ഒരു ആരോ ഇട്ട് കഴിയുമ്പോഴാണ് വെക്റ്റർ എ ബി. ഇനി അല്ലെങ്കിൽ ഇതിനെ വെറുതെ നമുക്കൊരു വെക്റ്റർ സ്മോൾ ലെറ്റർ എഴുതി ഇങ്ങനെ ഒരു ആരോ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. വെക്റ്റർ എ ബി എന്ന് പറയുന്നതിനെ വെക്റ്റർ എ എന്നോ വെക്റ്റർ ബി എന്നോ അങ്ങനെ സ്മോൾ ലെറ്റേഴ്സിൽ വേണമെങ്കിലും ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ അത് ഇങ്ങോട്ട് വേണമെങ്കിലും ആകാം, ഇങ്ങനെയാണ് വരുന്നതെങ്കിലും ഡയറക്ഷൻ ഈ സൈഡിലേക്കാണ് എന്നുള്ളത് ഓർക്കുക. പിന്നെ ഒരു വെക്റ്റർ പറയുമ്പോൾ എപ്പോഴും നമ്മൾ അതിന്റെ എവിടുന്ന് തുടങ്ങുന്നു, എവിടെ എൻഡ് ചെയ്യുന്നു, തുടക്കവും ഒടുക്കവും ഉണ്ടാവും. വെക്റ്റർ എ ബി എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം എ ആൻഡ് എൻഡ്സ് അറ്റ് ബി എന്ന് തന്നെയാണ്. അപ്പൊ എ എന്ന് പറയുന്നത് നോർമലി ഇനീഷ്യൽ പോയിന്റ് ആണ്, ബി എന്ന് പറയുന്നത് അതിന്റെ ടെർമിനൽ പോയിന്റ് ആണ്. അപ്പൊ എപ്പോഴും വെക്റ്റർ സി ഡി എന്ന് പറയുവാണെങ്കിൽ അതിന്റെ തുടക്കം സി ആണ്, ടെർമിനൽ പോയിന്റ് ഡി ആയിരിക്കും. സിയിൽ നിന്ന് ഡിയിലേക്കാണ് ഡയറക്ഷൻ പറയുക. ഡി സി എന്നാണ് ഈ വെക്റ്റർ പറയുന്നതെങ്കിൽ ഡിയിൽ നിന്നും സിയിലേക്കായിരിക്കും അതിന്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ അതാണ് നോർമലി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടോ അല്ലെ ഡീൽ ചെയ്യുന്നതായിരിക്കും വെക്റ്റർ എന്ന് പറയുന്നത്, വെക്റ്റർ ക്വാണ്ടിറ്റി. ഇനി പിന്നെ ഉള്ളത് ഈ വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ. മാഗ്നിറ്റ്യൂഡിനെ ലെങ്ത് എന്നും വേണമെങ്കിൽ ഉദ്ദേശിക്കാം. ഇപ്പൊ എ ബി എന്ന് പറയുന്ന വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി എന്ന് പറയുന്ന വെക്റ്ററിന്റെ ലെങ്ത് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഈ മോഡുലസ് സൈനിനകത്താണ് ഇടുന്നത്. മോഡുലസ് എ ബി എന്ന് തന്നെ പറയുന്നു. ദാറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദാറ്റ് വെക്റ്റർ. ഇപ്പൊ വെക്റ്റർ സ്മോൾ ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മോഡുലസ് എ എന്ന് പറഞ്ഞാൽ അത് മാഗ്നിറ്റ്യൂഡ് ആണ്. അല്ലെങ്കിൽ വെറുതെ ഈ എ മാത്രം എഴുതിയാലും ദാറ്റ് ഷോസ് മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ അപ്പൊ അവിടെ ഉണ്ടാവില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ സാധാരണഗതിയിൽ ഡീൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. പൊസിഷൻ വെക്റ്റർ. പൊസിഷൻ വെക്റ്റർ ഓഫ് എ പോയിന്റ് ആണ് നമ്മൾ എപ്പോഴും പറയുക. വെക്റ്റർ ഓഫ് എ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു. ഇതിന്റെ കോർഡിനേറ്റ് XYZ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഒറിജിനിൽ നിന്നും ഇതാണ് ഒറിജിൻ 0, 0, 0. ഒറിജിനിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള വെക്റ്റർ ഇത് O ആണ്, P ആണെന്ന് വിചാരിക്കുക. PXYZ എന്ന് പറയുന്ന പോയിന്റിലേക്ക് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ, അതിന്റെ അവിടുന്ന് ഒറിജിനിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള വെക്റ്ററിനെയാണ് നമ്മൾ പൊസിഷൻ വെക്റ്റർ ഓഫ് പി എന്ന് പറയുന്നത്. അതിനെ വേണമെങ്കിൽ വെക്റ്റർ OP എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം.
അപ്പൊ ഈ വെക്ടർ ഒ പി എന്ന് പറയുന്നതിനെ ജനറൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആർ എന്ന് റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഒ പി എന്ന് പറഞ്ഞാൽ വെക്ടർ ആർ എന്നാണ് ജനറലി സ്പീക്കിംഗ്. അപ്പൊ ഇതിന്റെ ഇനീഷ്യൽ പോയിന്റ് ഒറിജിൻ ഒ ആയിരിക്കും, ടെർമിനൽ പോയിന്റ് പി ആയിരിക്കും, ഏത് പോയിന്റ് എടുത്താലും. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് വെക്ടർ മോഡുലസ് വെക്ടർ ഒ പി ആണ്, അല്ലെങ്കിൽ മോഡുലസ് ആർ ആണ്, അല്ലെങ്കിൽ വെറുതെ ആർ എന്ന് പറയാം. അപ്പൊ അത് എന്തായിരിക്കും? ഈ പോയിന്റ് 0 0 0 ആണ്. പി എന്ന് പറയുന്ന പോയിന്റ് എക്സ് വൈ സെഡ് ആണ്. നമ്മൾ പറഞ്ഞു മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതിന്റെ ലെങ്ത് ആണ്. സോ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഇസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ ആയിരിക്കും. ഏതെങ്കിലും ഒരു പോയിന്റ് 2 3 1 എന്ന് തന്നു കഴിഞ്ഞാൽ P2 3 1 ആണെങ്കിൽ 2 3 1 ആണെങ്കിൽ ഈ പിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആയിരിക്കും. 4 9 10 റൂട്ട് 14 ആയിരിക്കും. ഈ പി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ, പൊസിഷൻ വെക്ടർ അല്ല, ആ പോയിന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ആ വെക്ടർ പോയിന്റ് ഡിനോട്ട് ചെയ്യുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ പോയിന്റ് എങ്ങനെ പറയും എന്നുള്ളതിനെ പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പൊ തൽക്കാലം ജനറലി ഇതിന്റെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചുള്ള ഒരു ഡെഫിനിഷൻ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഡയറക്ഷൻ കൊസൈൻസ്. ഏത് വെക്ടർ തന്നാലും അതിന്റെ ഡയറക്ഷൻ കൊസൈൻ. സോ നിങ്ങൾ ഒരു 3 ഡയമെൻഷണൽ സ്പേസ് കൺസിഡർ ചെയ്യുക. ഇവിടെ ഒരു പോയിന്റ് എക്സ് വൈ ഇസെഡ് ഇ എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പോൾ ഒറിജിനിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് ഒരു വെക്ടർ വരച്ചു. ഇതിനെ ജനറലി സ്പീക്കിംഗ് ആർ ആണ്. സോ ഒ പി എന്ന് പറയുന്ന വെക്ടർ അല്ലെങ്കിൽ ആർ എന്ന് പറയുന്ന ഈ വെക്ടർ എക്സ് ആക്സിസ്, ഇത് എക്സും ഇത് വൈയും ഇത് ഇസഡും ആണെന്ന് വിചാരിക്കുക. സോ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ട്. നിങ്ങളിത് ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ ചിന്തിക്കുക. അതായത് നമ്മുടെ റൂമിന്റെ മൂല കൺസിഡർ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയ 3 കോണുകൾ അല്ലെങ്കിൽ ഈ ആക്സിസ് റൂമിന്റെ കോൺ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയ 3 ആക്സിസ് കിട്ടും. സ്പേസിലുള്ള ഒരു പോയിന്റ് ആണ് പി എന്ന് പറയുന്നത്. അപ്പൊ അവിടുന്ന് എക്സ് ആക്സിസിലേക്ക്, അത് ഇപ്പൊ സപ്പോസ് ഇതാണ് എക്സ് ആക്സിസ് എന്ന് വിചാരിക്കുക, ഇത് ഒ ആണ്, പി ഇവിടെ സ്പേസിൽ കിടക്കുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ ഈ ഒ പി എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആംഗിൾ ഉണ്ട്. അതിനെ നമ്മൾ ആൽഫ എന്ന് വിളിക്കും. വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ ബീറ്റ എന്ന് വിളിക്കും. ഇസഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ ഗാമ എന്ന് വിളിക്കും. ഓരോ ആക്സിസ് സെപ്പറേറ്റ് വേണമെങ്കിൽ എടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ. ഇതിപ്പോ ഞാൻ എക്സ് ആക്സിസ് മാത്രം പറയുന്നതേ ഉള്ളൂ. ഈ പോയിന്റ് പി എന്ന് പറയുന്ന സ്പേസിലാണ്, അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു പോയിന്റ് ആണ്. എന്നിട്ട് നമ്മൾ ഒന്ന് ആലോചിക്കുക. നമ്മുടെ ക്ലാസ് റൂമിലാണെങ്കിൽ ആ മൂലയ്ക്ക് നിന്ന് ഞാൻ ഓരോ ഒക്ടന്റുകൾ ഓരോന്ന് പറഞ്ഞു തന്നതൊക്കെ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതില് ഒരു ഒക്ടന്റ് ആയിട്ട് നിങ്ങൾ ഇത് കൺസിഡർ ചെയ്യുക. അതിന്റെ മൂല കൺസിഡർ ചെയ്യുക. എന്നിട്ട് ആക്സിസ്, ഏതെങ്കിലും ഒരു ആക്സിസിലോട്ടുള്ള ആംഗിൾ, അതായത് ഒ പി എന്ന് പറയുന്ന വെക്ടർ എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ ആൽഫ എന്ന് വിളിക്കും. ആൽഫ എന്ന് എവിടെ കണ്ടാലും അത് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. ഒ പി എന്ന് പറയുന്ന വെക്ടർ വൈ ആക്സിസ്, ഇവിടെ ആണെങ്കിൽ ഇത് വേണമെങ്കിൽ വരച്ച് കാണിക്കാം, മറ്റത് വരച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് എടുത്ത് വരച്ചത്. വൈ ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ ബീറ്റ എന്ന് വിളിക്കും. ഈ ഒ പി എന്ന് പറയുന്ന വെക്ടർ ഇസഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ ഗാമ എന്ന് വിളിക്കും. അപ്പൊ ഈ ആംഗിൾസിന്റെ കൊസൈൻസ് എടുക്കുക. അതായത് കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ. ഈ വാല്യൂസിനാണ് നമ്മൾ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത് ആ വെക്ടർ ഓരോ ആക്സിസും
എക്സ് വൈ ഇസഡ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. ആ ആംഗിളിന്റെ കോസ് എടുത്തു കഴിയുമ്പോൾ കിട്ടുന്നതിനെയാണ് നമ്മൾ ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്താൽ, ഇത് എക്സ് ആക്സിസിൽ നമ്മൾ ഈ പോയിന്റ് എക്സ് വൈ ഇസഡ് ആണെങ്കിൽ ഈ ആക്സിസിൽ ഈ ഡിസ്റ്റൻസ് എക്സ് ആയിരിക്കും. ഇത് ആർ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒ പി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ഒ പി ആറാണ്. ഓക്കെ, അപ്പൊ കോസ് ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഗ്രാഫിൽ നിന്ന് പറയാൻ പറ്റുമോ? വാട്ട് ഇസ് കോസ് ആൽഫ? ഹലോ, എക്സ് ബൈ ആർ ആണ്. എക്സ് ബൈ ആർ ആണ്. അതുപോലെ കോസ് ബീറ്റ എന്ന് പറയുന്നത് ഇതിന്റെ y കോർഡിനേറ്റ് y ആണ്. അപ്പൊ ഈ y ഈ പോയിന്റ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ എക്സ് ഡിസ്റ്റൻസിൽ, y ആക്സിസിൽ y ഡിസ്റ്റൻസിൽ, z ആക്സിസിൽ z ഡിസ്റ്റൻസിൽ കിടക്കുന്ന സാധനമാണ്. അപ്പൊ അതിന്റെ ഈ y ആക്സിസിലെ വാല്യൂ എന്ന് പറയുന്നത് y ആണ്, സ്മോൾ ലെറ്റർ y. ബൈ ആർ ആയിരിക്കും കോസ് ബീറ്റ എന്ന് പറയുന്നത്. കോസ് ഗാമ എന്ന് പറയുന്നത് z ബൈ ആർ ആയിരിക്കും. ആർ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ഒ പി ആണ്. ആ ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ്. അത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. അപ്പൊ ഈ കോസ് ആൽഫ എന്ന് പറയുന്നതിനെ നമ്മൾ എൽ എന്ന് ഡിനോട്ട് ചെയ്യും. കോസ് ബീറ്റ ഈസ് എം, കോസ് ഗാമ ഈസ് എൻ. അപ്പൊ എൽ എം എൻ എന്ന് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഡയറക്ഷൻ കൊസൈൻസ് ആണ്. അത് ഓർത്തിരിക്കുക. ഇനി ഡയറക്ഷൻ കൊസൈനും ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടറും അറിയാമെങ്കിൽ നമുക്ക് ഈ പോയിന്റ് കണ്ടുപിടിക്കാം. പി എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന പോയിന്റ് എക്സ് ബൈ ആർ എന്ന് പറയുന്നത് എൽ ആണ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എൽ ആർ ആണ്. പി യെ നമുക്ക് എൽ ആർ, വൈ എന്ന് പറയുന്നത് എം ആർ ആയിരിക്കും, എൻ ഇസഡ് എന്ന് പറയുന്നത് എൻ ആർ ആയിരിക്കും. ഡയറക്ഷൻ കൊസൈൻസും വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് പോയിന്റിനെ കണ്ടുപിടിക്കാം. ഈ എക്സ് വൈ സെഡ് സാധാരണ ഗതിയിൽ നമുക്ക് പോയിന്റ് ആയിരിക്കും തരുന്നത്. അപ്പൊ എങ്ങനെ വേണേലും കാണാം. പോയിന്റിൽ നിന്നും നിങ്ങൾക്ക് ഡയറക്ഷൻ റേഷ്യോ കാണാൻ ഒരു പാടുമില്ല. എക്സ് ബൈ ആർ, വൈ ബൈ ആർ, ഇസഡ് ബൈ ആർ കൊടുക്കാം ഡയറക്ഷൻ കൊസൈൻസ് ആയി. ഇനി ഇതിനകത്ത് there is a relation between L, M and N. അതായത് എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. എൽ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ. കോസ് ആൽഫ എന്ന് പറയുന്നത് എക്സ് ബൈ ആർ ആണ്. അപ്പൊ എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ആർ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ. That is x square plus y square plus z square all divided by r square ആണ്. ഈ x square plus y square plus z square എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ ആണ്. എന്ന് പറഞ്ഞാൽ r square ആണ്. r square by r square equal to 1 എന്ന് കിട്ടി. സോ നമ്മളുടെ റിസൾട്ട് ആയി എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈക്വൽ ടു 1 ആയിരിക്കും. എൽ എം എൻ എന്ന് പറയുന്നത് ഡയറക്ഷൻ കൊസൈൻസ് ആണ്. ഡയറക്ഷൻ കൊസൈൻസിന്റെ സ്ക്വയേഴ്സിന്റെ സം എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും. അതുപോലെ ഈ ഈ എന്താണ് എൽ ആർ, എം ആർ, എൻ ആർ എന്ന് പറയുന്നതാണ് നമ്മൾ എക്സ് വൈ സെഡിന് ആ പോയിന്റിനെ ഡിനോട്ട് ചെയ്യുന്നതായിട്ട് പറഞ്ഞത്. സോ ദിസ് ഇസ് ആക്ച്വലി പ്രൊപ്പോർഷനേറ്റ് ടു ഡയറക്ഷൻ കൊസൈൻസ് ആണ്. എൽ ആർ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ കോസ് ആൽഫയെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ ആർ എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കൊണ്ട് എമ്മിനെ കോസ് ബീറ്റയെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ കോസ് ആൽഫ കോസ് ബീറ്റ എന്ന് പറയുന്ന ഡയറക്ഷൻ കൊസൈൻസ് ആണ്. ഡയറക്ഷൻ കൊസൈൻസിന് പ്രൊപ്പോർഷണൽ ആയ ടേം ആയിരിക്കും ഒരു പോയിന്റിനെ ഡിനോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കിട്ടുന്നത്. അതിനെ നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയും. ഡയറക്ഷൻ റേഷ്യോസ് ഇത് ഡയറക്ഷൻ കൊസൈൻസ് ആണ്. സാധാരണഗതിയിൽ 2, 3, 4 എന്നൊരു പോയിന്റ് തരുവാണെങ്കിൽ
ഈ പോയിന്റിലെ ഈ എലമെന്റ്സിനെ നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് എന്നാണ് പറയുക. ഈ ഡയറക്ഷൻ റേഷ്യോസിൽ നിന്ന് നമുക്ക് ഡയറക്ഷൻ കൊസൈനിലേക്ക് വരാം. എങ്ങനെയാണ്? L/R എന്നാണ് ഡയറക്ഷൻ കൊസൈൻ എടുക്കേണ്ടത്. R എന്ന് പറയുന്നത് √2² + 3² + 4² ആണ് ഇവിടെ. ലെങ്ത് എന്ന് പറഞ്ഞാൽ 4 + 9 + 16 √29 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു പോയിന്റിന്റെ കാര്യത്തിൽ P234 എന്ന് പറയുന്ന പോയിന്റിന്റെ കാര്യത്തിൽ ഡയറക്ഷൻ റേഷ്യോസ് 2, 3, 4 ആണ്. ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത് 2 by അതായത് x/r ആണ് L എന്ന് പറയുന്നത്, x/r. അപ്പൊ 2 by √29 അതാണ് ഫസ്റ്റ് ഡയറക്ഷൻ കൊസൈൻ. അടുത്തത് 3 by √29, 4 by √29, x/r, y/r, z/r. അതാണ് L, M, N എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി ഇതിന്റെ സ്ക്വയേഴ്സിന്റെ സം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി 1 തന്നെ കിട്ടുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഡയറക്ഷൻ കൊസൈൻസിന് നമ്മൾ പറഞ്ഞു L² + M² + N² 1 ആണ്. പക്ഷെ ഡയറക്ഷൻ റേഷ്യോയെ നമ്മൾ സാധാരണ ABC എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇതിന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു 1. ഡയറക്ഷൻ റേഷ്യോസിന്റെ സ്ക്വയേഴ്സിന്റെ സം 1 അല്ല, ഡയറക്ഷൻ കൊസൈൻസിന്റെ സ്ക്വയേഴ്സിന്റെ സം ആണ് 1 ആവുള്ളൂ. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ കൺസിഡർ ചെയ്യുന്ന കുറച്ച് വെക്ടേഴ്സ് ഉണ്ട്. 0 വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഇല്ല. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ സാധാരണ കൺസിഡർ ചെയ്യുന്ന ഒന്നാണ്. യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്ടറിനെയാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ വെക്ടർ എ എന്ന് പറയുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ നമ്മൾ അതിന് എ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ക്യാപ്പ് കൊടുക്കും. സോ എല്ലാ യൂണിറ്റ് വെക്ടേഴ്സിനെയും നമ്മൾ ഇങ്ങനെയാണ് എ ക്യാപ്പ് എന്നാണ് ഡിനോട്ട്, എ ക്യാപ്പ് എന്ന് വേണമെങ്കിൽ വായിക്കാം. ഇത് വെക്ടർ എ ആണ്. വെക്ടർ എ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുക. യൂണിറ്റ് വെക്ടർ ആവുമ്പോൾ അതിനൊരു തൊപ്പി വെച്ച് കൊടുക്കും. അപ്പൊ തൊപ്പി എവിടെ കണ്ടാലും ദാറ്റ് മീൻസ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. ദാറ്റ് ഇസ് എ യൂണിറ്റ് വെക്ടർ, മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള ഒരു വെക്ടർ. പിന്നെ നമുക്ക് കോ ഇനീഷ്യൽ വെക്ടേഴ്സ് ഉണ്ടാവാം. ഒരേ ഇനീഷ്യൽ പോയിന്റ് ഉണ്ടായിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ വെക്ടേഴ്സ് ഉണ്ടാവാം. അവരുടെ ഡയറക്ഷൻ മാറുന്നു, മാഗ്നിറ്റ്യൂഡും വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ഒരേ ഇനീഷ്യൽ പോയിന്റ് ആണ്. അപ്പൊ അതിനെ കോ ഇനീഷ്യൽ പോയിന്റ്സ് എന്ന് പറയാം. കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഒരു ലൈനിൽ തന്നെ ഉള്ള വെക്ടർ ആയിരിക്കാം. എ, ഇവിടെ ബി, സി ഒരേ ഡയറക്ഷനിൽ പോകുന്നു. എ ബിയും ബി സിയും എ സിയും ഒക്കെ കൊളീനിയർ വെക്ടേഴ്സ് ആണ്. അല്ലെങ്കിൽ അവര് പാരലൽ ആയിരിക്കും. കൊളീനിയർ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ അവർ പാരലൽ ആയിരിക്കും, അല്ലെങ്കിൽ അവര് ഒരേ ലൈനിലായിരിക്കും. മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ സെയിം ആകണമെന്നില്ല കേട്ടോ. ഇങ്ങനെയും ഇങ്ങനെയും വരാം. ഇവരും കൊളീനിയർ വെക്ടേഴ്സ് ആണ്. അല്ലെങ്കിൽ ഇങ്ങോട്ട് ഒരു വെക്ടർ വരാം, ഡി. അപ്പൊ ഇറസ്പെക്റ്റീവ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ അവര് പാരലൽ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലൈനിലായിരിക്കും. പിന്നെ ഉള്ളത് ഈക്വൽ വെക്ടേഴ്സ് ആണ്. ഈക്വൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ഈക്വൽ, അവരുടെ ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും എല്ലാം സെയിം ആയിരിക്കും. അങ്ങനെയുള്ളതാണ് ഈക്വൽ വെക്ടർ. പിന്നെ കൺസിഡർ ചെയ്യുന്ന ഒന്ന് നെഗറ്റീവ് ഓഫ് എ വെക്ടർ ആണ്. നെഗറ്റീവ് ഓഫ് എ വെക്ടർ. ഇപ്പൊ വെക്ടർ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ നിന്നും ബിയിലേക്കുള്ള ഒരു വെക്ടർ ആണ്. ഇതിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻ തിരിഞ്ഞു വരണം. അപ്പൊ മൈനസ് ഓഫ്, അല്ലെങ്കിൽ തിരിഞ്ഞു വരുമ്പോൾ വെക്ടർ ബി എ ആവും. വെക്ടർ ബി എ എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് എ ബി ആയിരിക്കും. ഡയറക്ഷൻ മാറിക്കഴിയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് സൈൻ വരുന്നു.
നെഗറ്റീവ് ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. എയിൽ നിന്നും ബിയിലേക്ക് പൊക്കോണ്ടിരിക്കുന്നതിനെ തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് മാറ്റുമ്പോൾ ആക്ച്വലി ദാറ്റ് ഇസ് -ab ആണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നോർമലി കൺസിഡർ ചെയ്യുക. പിന്നെ സാധാരണ നമ്മൾ കൺസിഡർ ചെയ്യുന്ന വെക്ടേഴ്സ് എല്ലാം ഫ്രീ വെക്ടേഴ്സ് ആണ്. ഫ്രീ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വെക്ടർ ഉണ്ട് എ, ഇവിടെ ഒരു വെക്ടർ ഉണ്ട് ബി. അപ്പൊ ഈ വെക്ടറിനെ ഇങ്ങനെ ഉന്തി ഈ പാരലലായിട്ട് ഇങ്ങനെ ഉന്തി ഇവിടെ കൊണ്ടുവന്ന് വേണമെങ്കിൽ സ്ഥാപിക്കാം. എനിക്ക് ഇവിടുന്ന് എടുത്ത് അതേ ഡയറക്ഷനിൽ അതേ മാഗ്നിറ്റ്യൂഡിൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. അതുപോലെ ഈ ബി എന്ന് പറയുന്ന വെക്ടറിനെ അവിടുന്ന് പതുക്കെ ഉരുട്ടി കൊണ്ടുവന്ന് ഇതേ ഡയറക്ഷനിൽ ആ ബിക്ക് പാരലലായിട്ട് വരുമ്പോൾ അതിന്റെ വാല്യൂല് വ്യത്യാസം വരുന്നില്ല, ഡയറക്ഷൻ മാറുന്നില്ല. ഇതിനെ കൊണ്ടുവന്ന് വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഡിസ്പ്ലേസ് ചെയ്യാവുന്ന പാരലൽ ഡിസ്പ്ലേസ്മെന്റ് സാധിക്കുന്ന വിതൗട്ട് ചേഞ്ചിങ് ദയർ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഈ വെക്ടേഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറ്റാതെ പാരലൽ ഡിസ്പ്ലേസ്മെന്റ് നടത്താവുന്ന വെക്ടേഴ്സിനെയാണ് നമ്മൾ ഫ്രീ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ വെക്ടേഴ്സ് ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് മുഴുവൻ. അടുത്ത ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടോ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ? എന്നതാ? ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെക്ടർ ഉണ്ട് എ ബി, വേറൊരു വെക്ടർ ബിയിൽ നിന്നും സിയിലേക്ക് ഉണ്ട്. സോ വാട്ട്? എന്താണ് വെക്ടർ എ സി എന്ന് പറയുന്നത്? വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി ആയിരിക്കും. അതായത് ഇവിടെ ഈ വെക്ടറിന്റെ ടെർമിനൽ പോയിന്റിൽ നിന്നും അടുത്ത വെക്ടർ തുടങ്ങുന്നു. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് വെക്ടറിന്റെ ഇനീഷ്യൽ പോയിന്റിൽ നിന്നും ലാസ്റ്റ് വെക്ടറിന്റെ ടെർമിനൽ പോയിന്റിലേക്ക് നമുക്ക് ഒരു ഡയറക്ഷൻ ഉണ്ടാവും. അതാണ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷനിൽ പറയുക. അപ്പൊ അത് തന്നെ നമുക്ക് വെച്ചൊരു പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷനും ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഒരു പാരലോഗ്രത്തിന്റെ സൈഡ്സ് ഈ വെക്ടർ എയും ഈ വെക്ടർ ബിയും ആണെങ്കിൽ എന്താണ് ഇതിന്റെ ഡയഗണൽ ഈസ് റെപ്രസെന്റഡ് ബൈ സം ഓഫ് എ ആൻഡ് ബി. ആണോ? ഇത് പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ പിന്നെ ഞാനത് കൂടുതൽ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ ആണ്. ഇത് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ ആണ്. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നുള്ളത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി കൊണ്ട് നമുക്ക് ഈ വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് സംഭവിക്കും? അതായത് സപ്പോസ് ഒരു വെക്ടർ ഇത് എ ആണ്, വെക്ടർ എ ആണ്. അപ്പൊ ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നാണ്. അപ്പൊ ഇത് എ ആണ്. അപ്പൊ ഇതിന്റെ പകുതി ഇതേ ഡയറക്ഷനിൽ അതിന്റെ പകുതി വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ ഹാഫ് ഓഫ് വെക്ടർ എ എന്ന് പറയാം. അതേ ഡയറക്ഷനിൽ അതിന്റെ ഒരു ഇരട്ടി മാഗ്നിറ്റ്യൂഡിൽ വന്നു കഴിയുമ്പോൾ അതിനെ നമുക്ക് 2a എന്ന് പറയാം. അതുപോലെ സെയിം പാരലലായിട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കട്ടെ. പാരലലായിട്ടാണ്, ഡയറക്ഷൻ മാറി കഴിയുമ്പോഴത്തേനും ഇത് -a ആവും, മൈനസ് വെക്ടർ എ. അതേ ഡയറക്ഷനിൽ പാരലലായിട്ട് ഇരട്ടി ക്വാണ്ടിറ്റിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ അത് -2 വെക്ടർ എ ആവും. അപ്പൊ അത്രേ ഉള്ളൂ. ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി കൊണ്ട് നിങ്ങൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ അതിന്റെ ലെങ്ത് അതനുസരിച്ച് മാറുന്നു. പിന്നെ പോസിറ്റീവ് ആണെങ്കിൽ അതേ ഡയറക്ഷനിലാണ്, നെഗറ്റീവ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ നമ്മളൊരു ലാംഡ എന്ന് പറയുന്ന ഒരു വെക്ടർ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. എ എന്ന് പറയുന്നതിനെ
ഞാൻ ഒരു ക്വാണ്ടിറ്റി ലാംഡ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിന്റെ മോഡുലസ് എടുക്കുകയാണ്. അതിന്റെ മോഡുലസ് എന്ന് പറയുന്നത് മോഡുലസ് ലാംഡ എ ഇൻറ്റു മോഡുലസ് വെക്ടർ എ ആണ്. ഈ മോഡുലസ് അല്ലെ ലാംഡ എന്ന് പറയുന്നതിന്റെ വാല്യൂ ഞാൻ 1 മോഡുലസ് എ എടുക്കുവാണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന അല്ലെ സ്കെയിലർ മൾട്ടിപ്പിൾ ഓഫ് ദിസ് വെക്ടർ എന്ന് പറയുന്നത് 1 മോഡുലസ് എ ഇൻറ്റു എ ആണ് എടുക്കുന്നത്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിയുമ്പോൾ ഈ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു യൂണിറ്റ് വെക്ടർ ആയിരിക്കും കിട്ടുക. അപ്പൊ നമുക്ക് എങ്ങനെ ഒരു യൂണിറ്റ് വെക്ടർ കാണാം എന്നുള്ള ഫോർമുലയിലേക്ക് നമ്മൾ വരും. അതായത് ഒരു വെക്ടറിനെ അതിന്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ, അതിന്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിറ്റ് വെക്ടർ കിട്ടും. അപ്പൊ എപ്പോ നിങ്ങൾക്ക് ഒരു യൂണിറ്റ് വെക്ടർ കാണണോ എയുടെ ആണെങ്കിൽ ആ വെക്ടർ എയെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിന്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വെറുതെ ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് √(x² + y² + z² ആണെന്ന് നമ്മൾ പറഞ്ഞു, പോയിന്റ് x, y, z ആണെങ്കിൽ. ബാക്കി വെക്ടർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഒരു ഫോർമുല യൂണിറ്റ് വെക്ടർ കാണുന്നത് എങ്ങനെ, ആ വെക്ടറിനെ അതിന്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ a+b ആയിരിക്കും കാണാൻ പോകുന്നത്. a+bയുടെ യൂണിറ്റ് വെക്ടർ ആണ് കാണേണ്ടതെങ്കിൽ a+b എന്ന് പറയുന്ന വെക്ടറിനെ a+bയുടെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് യൂണിറ്റ് വെക്ടർ കിട്ടും. സോ ഈ യൂണിറ്റ് വെക്ടർ എന്നുള്ള ഫോർമുല ഓർത്തിരിക്കുക, വെക്ടർ a ബൈ മോഡുലസ്. ഇനി നമുക്കിതിനെ ഒരു വെക്ടറിന് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ട്, ആ മെത്തേഡിൽ നമുക്ക് എഴുതണം. അപ്പൊ ഇതിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തത് വരുന്നത്. സോ നമ്മളൊരു സ്പേസിൽ കൺസിഡർ ചെയ്യുക, ദിസ് ഇസ് x, y, z. ഞാൻ 3 പോയിന്റുകൾ കൺസിഡർ ചെയ്യാണ്. ഈ എ എന്ന് പറയുന്ന പോയിന്റ് 1, 0, 0 ആണ്. യൂണിറ്റ് ഡിസ്റ്റൻസിൽ 3 പോയിന്റുകൾ കൺസിഡർ ചെയ്യുന്നു. പി എന്ന് പറയുന്നത് y ആക്സിസിലാവുമ്പോൾ 0, 1, 0 ആണ്. സി വിൽ ബി 0, 0, 1. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഇത് O ആണ്. വെക്ടർ OA അല്ലെങ്കിൽ മോഡുലസ് ഓഫ് വെക്ടർ OA എന്ന് പറയുന്ന 1 ആണ്. മോഡുലസ് ഓഫ് വെക്ടർ OB എന്ന് പറയുന്ന ആക്സിസിലെ പോയിന്റുകൾ എടുക്കുകയാണ്. മോഡുലസ് ഓഫ് വെക്ടർ OC എന്ന് പറയുന്നത് 1 ആണ്. കാരണം നിങ്ങൾക്കറിയാം ഈ ലെങ്ത് എന്ന് പറയുന്നത് 1 ആണ്. ഈ ലെങ്ത്, ഈ ലെങ്ത്, ഈ ലെങ്ത്, ഇത് ആക്സിസിലെ ഓരോ പോയിന്റ് എടുക്കുകയാണ്. അപ്പൊ ഈ OAയും OBയും OC എന്ന് പറയുന്ന 3 വെക്ടേഴ്സ് യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. മാഗ്നിറ്റ്യൂഡ് 1 ആകുമ്പോൾ യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. ആക്സിസിലുള്ള ഓരോ ആക്സിസിലെ യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. OA എന്ന് പറയുന്നത് x ആക്സിസിലെയാണ്, OB എന്ന് പറയുന്നത് y ആക്സിസിലെ വെക്ടർ ആണ്, OC എന്ന് പറയുന്നത് z ആക്സിസിലെ യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അപ്പൊ അവർക്ക് നമ്മൾ ഒരു പേര് കൊടുക്കുകയാണ്. x ആക്സിസിലെ യൂണിറ്റ് വെക്ടറിന് യൂണിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരു തൊപ്പി ഇട്ട് കൊടുക്കും, i ക്യാപ്പ്. i ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അത് x ആക്സിസിലെ യൂണിറ്റ് വെക്ടർ ആണ്. y ആക്സിസിലെ വെക്ടറിന് j എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് j ക്യാപ്പ്. z ആക്സിസിലെ യൂണിറ്റ് വെക്ടറിന് k ക്യാപ്പ്. അപ്പൊ i, j, k എവിടെ കണ്ടാലും i ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് x ആക്സിസിലെ യൂണിറ്റ് വെക്ടർ ആണ്. j ക്യാപ്പ് എന്ന് പറഞ്ഞാൽ y ആക്സിസിലെ യൂണിറ്റ് വെക്ടർ ആണ്. k ക്യാപ്പ് z ആക്സിസിലെ യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അപ്പൊ നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ്, P, x, y, z. ഇതൊന്ന് സ്പേസിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുക. P, x, y, z എന്ന് പറഞ്ഞാൽ ഇവിടെ x ഡിസ്റ്റൻസിൽ ഒരു x ആക്സിസിൽ x ഡിസ്റ്റൻസിലാണ് പോയിന്റ് വരിക, y ആക്സിസിൽ y ഡിസ്റ്റൻസിലാണ് പോയിന്റ് വരിക, z ആക്സിസിൽ z ഡിസ്റ്റൻസിലാണ് പോയിന്റ് വരിക. എന്നിട്ട് ഇതിവിടെ സ്പേസിൽ എനിക്കിപ്പോ തൊട്ട് കാണിക്കാൻ പറ്റില്ല ഇതിനകത്ത്. അപ്പൊ സ്പേസിൽ കിടക്കുന്ന ഒരു പോയിന്റ് ആണ്. അപ്പൊ x ആക്സിസിലെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് i ആണ്. അവിടെ ഡിസ്റ്റൻസ് x വരുന്നുണ്ട്. അപ്പൊ ഈ പോയിന്റിനെ നമുക്ക് x അയക്കാം പ്ലസ് ഇവിടെ y ആക്സിസിൽ ഡിസ്റ്റൻസ് y ആണ്, അതിലുള്ള യൂണിറ്റ് വെക്ടർ j ആണ്. അപ്പൊ അവിടുത്തെ വെക്ടർ എന്ന് പറയുന്നത് j ക്യാപ്പ് ആയിരിക്കും, പ്ലസ്
ഇസഡ് ആക്സിസിൽ ഇസഡ് ഇൻറ്റു കെ ക്യാപ്പ് എന്ന് പറയുന്നതായിരിക്കും. അപ്പൊ നമ്മളുടെ വെക്ടറിന് നമുക്കൊരു നൊട്ടേഷനായി അല്ലെങ്കിൽ അതിന്റെ കമ്പോണൻസ് ആയി വെക്ടർ ആർ അല്ലെങ്കിൽ വെക്ടർ ഒ പി എന്ന് പറയുന്നത് xi പ്ലസ് yj പ്ലസ് zk ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ഒ. ഒറിജിൻ ബേസ് ചെയ്ത് നമ്മളൊരു പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് xi പ്ലസ് yj പ്ലസ് zk എന്നായിരിക്കും. നിങ്ങളുടെ പോയിന്റ് പി എന്ന് പറയുന്നത് 3, 2, 1 ആണെങ്കിൽ അതിന്റെ പൊസിഷൻ പിയുടെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 3i പ്ലസ് 2j പ്ലസ് 1 ഇൻറ്റു കെ. അപ്പൊ കെ എന്ന് പറഞ്ഞാലും മതി. അപ്പൊ ആ വെക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നത് 3i പ്ലസ് 2j പ്ലസ് കെ എന്നായിരിക്കും. ഇതിന്റെ മോഡുലസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ് 1 സ്ക്വയർ. അപ്പൊ 9, 10, 14 ഇതായിരിക്കും മോഡുലസ്. ഇതാണ് വെക്ടർ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒ പിയുടെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാം. എന്താണ്? വെക്ടർ ഒ പി ബൈ മോഡുലസ് ഒ പി ആണ്. വെക്ടർ ഒ പി എന്ന് പറയുന്നത് 3i പ്ലസ് 2j പ്ലസ് കെ ആണ്, ഡിവൈഡഡ് ബൈ അതിന്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറും കിട്ടും. ഓക്കെ. അപ്പൊ ഈ xi yj zk എന്ന് പറയുന്നതിനെ വെക്ടർ കമ്പോണൻസ് എന്ന് പറയും. വെക്ടർ കമ്പോണൻസ്. ഇനി എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന വാല്യൂവിനെ സ്കെയിലർ കമ്പോണൻസ് എന്ന് പറയും. വെക്ടർ കമ്പോണൻസ് പഠിച്ചാൽ മതി. അപ്പൊ അത്രയാണ് ഇതിന്റെ ഒരു ജനറലി സ്പീക്കിംഗ് അതിന്റെ വെക്ടറിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതിന്റെ നോട്ട് ഞാൻ തരാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ എഴുതിയാൽ മതി. ഇത് മുഴുവൻ എഴുതുമൊന്നും വേണ്ട, വായിച്ചൊന്ന് മനസ്സിലാക്കിയാലും മതി. അടുത്ത ഇത് മുതലുള്ള പ്രോബ്ലംസ് ചെയ്താൽ മതിയാവും. ഓക്കെ, താങ്ക് യു.